ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. എൻ്റെ പേര് രതീഷാണ്. ഞാൻ നെയ്യാറ്റിൻകര സ്വദേശിയാണ്. ഞാൻ ഈ അമ്മയുടെ അടുത്ത് എത്തിയിട്ട് ഇപ്പോൾ 1 വർഷക്കാലമായി. ഈ 1 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ സാമ്പത്തികമായി കടത്തിലായിരുന്ന ഞാൻ അതിൽ നിന്നും പകുതിയിലേറെ മോചിതനായി. പിന്നെ അടുത്ത് പറയേണ്ടത് എൻ്റെ മകനുണ്ടായിരുന്ന ഒരു അസുഖമാണ്. അതവനിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി. അതിലൂടെയാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ വിശ്വസിക്കാനും അമ്മയുടെ അടുത്ത് കൂടുതൽ അടുക്കാനും ഭഗവാനെ കൂടുതൽ വിശ്വസിക്കാനും എന്നെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ അവിടെ 1 വർഷത്തിന് ശേഷം വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായ മാനസികമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പലതും എൻ്റെ വീട്ടുകാർ മുഖേന, എൻ്റെ സഹോദരങ്ങൾ വഴി എനിക്ക് സാധിച്ചെടുക്കാൻ കഴിയും. അത് അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇവിടെ വന്ന് അമ്മയോട് സങ്കടം പറയുമ്പോൾ അമ്മ ഭഗവാനെ പൂജിക്കുക എന്നുള്ളതാണ് അമ്മ തന്ന നിർദ്ദേശം. അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരണയോടെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏക കഠിനമായ ജോലി. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു കഠിനമേ അല്ല. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സന്തോഷം അത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമേ അറിയാൻ സാധിക്കൂ. ഇവിടെ വന്ന് അമ്മയോട് ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു. അമ്മ എനിക്കതിനുള്ള വഴികൾ പറഞ്ഞു തന്നു. ഇവിടെ വേറെ മാന്ത്രികമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഭഗവാനെ കൂടുതൽ അറിയാനുള്ളത് മാത്രമാണ് അമ്മ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. ഭഗവാനിലോട്ട് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക, അത് മാത്രമാണ് ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എൻ്റെ മക്കളുടെ
കാര്യങ്ങൾ. രണ്ട് മക്കളാണ് എനിക്ക്. രണ്ടുപേരും ഇപ്പോൾ സുഖമായിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഇതുവരെ പോയിട്ടില്ല. ഒരു അസുഖമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല. ഇതെല്ലാം നടന്നത് ഇവിടുത്തെ അമ്മയുടെ കാരുണ്യം കൊണ്ടാണ്. ഞാൻ ഇവിടുത്തെ അമ്മയും ഭഗവാനെയും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് കാണുന്ന എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.